ഡൽഹിയിലെത്തിയ മലയാളീസിനോട് കേരളത്തിന്റെ ഒതന്റിക് ആയിട്ടുള്ള മീൽ എവിടെ കിട്ടും? ഇവിടെ ഒരു 2 to 3 days ഒക്കെ നമുക്ക് എങ്ങനെയും ഡൽഹി ഫുഡൊക്കെ കഴിച്ച് പിടിച്ചു നിൽക്കാം. പിന്നെ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ ചേട്ടൻ്റെ അവസ്ഥയാവും നമുക്ക്. റൊട്ടി നെഹി ഭയ്യാ ചോർന്നും പറഞ്ഞ് നമ്മളിതാ പോകുന്നു. നല്ല കുത്തിരിച്ചോറും സാമ്പാറും പരിപ്പും പപ്പടവും തോരനൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ ഇവിടെ പുറത്തു പറയാൻ പറ്റാത്ത ബീഫ് റോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതും നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി വെച്ച ബീഫ് റോസ്റ്റ്. അപ്പോൾ ഈ പിടുത്തത്തിലേക്കുള്ള യാത്രയാണ് നമ്മളീ പോകുന്നത്. ഇനി ഡൽഹിയിൽ എത്താത്ത മലയാളീസിനോട് നിങ്ങൾക്ക് കേരള ഫുഡിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയേ പറ്റും. അപ്പം ഇനി കാര്യത്തിലോട്ട് വരാം. ഡൽഹിയിലെ ഏത് ഏരിയയിലാണെങ്കിലും ജൻപത് മെട്രോ സ്റ്റേഷനിലോട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ജൻപത്തിലെ മെട്രോ ഇറങ്ങി ഗേറ്റ് നമ്പർ 1 എക്സിറ്റ് അടിച്ച് ആദ്യം ലെഫ്റ്റ്, പിന്നെ അത് കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ് പോക്കറ്റ് റോഡിലൂടെ നടക്കാം. ഏകദേശം 700 മീറ്ററിനടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കേരള ഹൗസിൻ്റെ സമൃദ്ധിയിലാണ്. കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് കുറേ ദിവസം. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട് കേരള ഹൗസ് സമൃദ്ധി ക്യാൻറ്റീനിലെത്തിയേക്കുവാണ്. 2013 ഇനാഗ്രേഷൻ കഴിഞ്ഞ ഈ ക്യാൻറ്റീൻ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി മാത്രമാണ് ആദ്യം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ വരുന്ന മലയാളികൾക്കും കേരള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് പബ്ലിക്കലി ഓപ്പൺ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. 80 രൂപ വരുന്ന മീൽസ് അൺലിമിറ്റഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തരുന്ന സൈഡ് ഡിഷസ് ആണെങ്കിലും നമുക്ക് പിന്നെ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് വരും. സ്പെഷ്യൽ ഐറ്റംസിൻ്റെ കേസിലാണെങ്കിൽ ബീഫ് റോസ്റ്റിന് 100 റുപ്പീസാണ് ഒരു പ്ലേറ്റിന് വരുന്നത്. ഫിഷ് കറി, ഫിഷ് ഫ്രൈ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ മുൻകൂട്ടി ടോക്കൺ എടുത്തിട്ട് സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കാവുന്നതാണ്. സമാധാനത്തിന് ഒന്നുകൂടി മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും മലയാളം സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നേരത്തെ പറഞ്ഞ് കുത്തരിച്ചോറും സാമ്പാറും തൈരും തോരനും പപ്പടും രസമൊക്കെ ആയിട്ട് സംതൃപ്തിയായിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും ഒരു മിനിമം ടേസ്റ്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും മൊത്തത്തിലൊരു മലയാളിത്തരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെത്തിയ ഒരു ഫീലോട് കൂടിയിട്ട് അവിടുന്ന് പോരാവുന്നതാണ്. മലബാർ ഹോട്ടൽ, കേരള ഫുഡ്, അങ്ങനെ 1-2 റെസ്റ്റോറൻറ്റ്സിൽ കയറി പരീക്ഷിച്ച് വയറ് നല്ല പണിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് കൂടാതെ ഇവർക്ക് പാഴ്സൽ സർവീസും കൂടിയുണ്ട്. എല്ലാ പാഴ്സലിനും എക്സ്ട്രാ 10 റുപ്പീസും കൂടിയാണ് മേടിക്കുന്നത്. ഇപ്പം ഡെയിലി അതും കഴിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അപ്പോൾ അവിടെ അത്ര തിരക്കില്ല, ഉള്ളോട്ടേക്ക് പോയി കണ്ടോ എന്നാണ് പുള്ളി പറഞ്ഞത്. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ ഗജവീരനും കൊച്ചിൻ ഹൗസും കേരളത്തിന്റെ ഔദ്യോഗിക വസതിയെ വളരെ മനോഹരമാക്കുന്നുണ്ട്. 1911 പണിത് 1920 പുതുക്കി പണിത കേരള ഹൗസിന് 66 മുറികളാണുള്ളത്. അന്നത്തെ കാലത്ത് മഹാരാജാവിന് ഡൽഹിയിൽ വരുമ്പോൾ താമസിക്കാനായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.